തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളമാകെ. എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് പാറശാല ജില്ലാ ഡിവിഷനിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും നമുക്കൊപ്പമുണ്ട്. പാറശാല ഡിവിഷൻ എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയിലെ ഇവിടുത്തെ അതിർത്തി പ്രദേശം പങ്കിടുന്ന ഡിവിഷനാണ്. ഇവിടെ നിന്ന് മഞ്ചേശ്വരം വരെ, അതായത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ജില്ലാ ഡിവിഷനുകളിൽ പാറശാല ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബെൻ ഡാർവിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ബെൻ ഡാർവിനെ കുറിച്ച് പറയുമ്പോൾ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കും പ്രദേശത്തുള്ളവർക്കും ഒപ്പം തന്നെ ഈ ജനങ്ങൾക്കും പൂർണ്ണമായി അറിയാവുന്ന ഒരാളാണ്. ബഹുജന സംഘടനയിൽ പ്രത്യേകിച്ച് SFIയുടെ ജില്ലാ ഭാരവാഹി, SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, DYFIയുടെ ഭാരവാഹിയായിരുന്നു. ഒപ്പം തന്നെ ഡാർവിന് മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇന്റർ-ഐ-ടിയുടെ ചെയർമാനുമായിരുന്നു, കേരള സർവകലാശാല യൂണിയന്റെ ചെയർമാനുമായിരുന്നു. അങ്ങനെ ഒരേ പദവി രണ്ട് സർവകലാശാലകളിൽ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ഇങ്ങനെ ഭാരവാഹിയായിരുന്ന ഒരാൾ ഉണ്ടാവുക അപൂർവമായിരിക്കും. ഉണ്ടാവും, എന്നാലും അപൂർവമായിരിക്കും. അങ്ങനെ വിവിധ തരത്തിൽ തലങ്ങളിൽ പ്രവർത്തന പരിചയമുള്ളതാണ്. ഒപ്പം തന്നെ ഡാർവിനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഒന്ന്, ഡാർവിൻ ജില്ലാ ഡിവിഷൻ പാറശാല ഡിവിഷൻ UDFന്റെ കുത്തക സീറ്റിൽ നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഡാർവിൻ. അതും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കോൺഗ്രസിന്റെ കുത്തക സീറ്റ് ആദ്യമായി തിരിച്ചു പിടിച്ചയാളാണ്. അങ്ങനെ നിരവധി പ്രത്യേകതയുണ്ട്. അതേ ജില്ലാ ഡിവിഷനിലേക്ക് ഡാർവിൻ ഒരിക്കൽ കൂടി ജനവിധി തേടാനെത്തുകയാണ്. അങ്ങനെ ഈ പ്രദേശത്ത് അത്രയേറെ സ്വീകാര്യനായിട്ടുള്ള ഡാർവിനൊപ്പമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഡാർവിൻ, നമ്മൾ രാവിലെ ഈ തെരഞ്ഞെടുപ്പ് പര്യടന സ്ഥലത്ത് വീട് വീടാൻ തന്നെ കയറുന്നത് കാണുകയാണ്. വലിയ തരത്തിലുള്ള സ്വീകാര്യത ഡാർവിനുണ്ട്. കാരണം ഡാർവിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തന പരിചയം, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നേരത്തെ തന്നെ വിജയിച്ച പരിചയമുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഒരു റെസ്പോൺസ്? എനിക്ക് ഈ പാറശാല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വീടുകളെല്ലാം സുപരിചിതമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ കയറാത്ത വീടുകളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ കഴിഞ്ഞ 10 വർഷക്കാലം അവരുടെ സുഖദുഃഖങ്ങളിലെല്ലാം അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ നിൽക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം. അപ്പോൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ അറിയാം, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പോലും ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതൊരു ജനപ്രതിനിധിക്ക് നൽകുന്ന, ഒരു നാട് നൽകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത്. ഈ ഡാർവിനെ സംബന്ധിച്ച് തലസ്ഥാനത്തെ SFI പ്രവർത്തകരുടെ ഇടയിൽ വലിയ ഡാർവിൻ പുലിയാണ്. സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ നിന്ന് നായകത്വം വലിച്ച ആളാണ്. ഒപ്പം തന്നെ ഈ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ ഇതിഹാസ തുല്യമായ സമരം നടന്നപ്പോൾ ജില്ലയിൽ നിന്ന് നയിച്ചത് അന്നത്തെ ഇപ്പം ജീവിച്ചിരിപ്പില്ല ബിജു, നമ്മളെ മരിച്ചുപോയ ബിജു ജില്ലാ ഭാരവാഹിയായിരുന്നു. ആ ഒപ്പമുള്ള വിഷ്വലൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ആ സമര പോരാട്ടത്തിൽ നിന്ന് ജനപ്രതിനിധിയായി വരുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ ഗുണമായി മാറിയിട്ടുണ്ടോ ഡാർവിൻ? തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചത് നമ്മുടെ സംഘടനാ രംഗത്തും അതോടൊപ്പം തന്നെ പിന്നീട് ജനപ്രതിനിധിയായി വന്നപ്പോഴും ആ അനുഭവങ്ങളെല്ലാം വളരെ ഊർജ്ജത്തോടുകൂടി നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും നോക്കിക്കാണുന്നത്. ഈ ഡാർവിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളിൽ ഡാർവിനുമായി ബന്ധം പുലർത്തിയ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പിന്നെ സ്പീക്കറായിട്ടുള്ള ഷംസീർ, MP രാജേഷ്, ഒപ്പം തന്നെ മന്ത്രിമാരുടെയൊക്കെ ഒരു നിര ഡാർവിൻ്റെ ഈ പുഷ്പകൃഷി, മില്ലറ്റ് പിന്നെ കൃഷി, അങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ വ്യക്തിബന്ധങ്ങളെല്ലാം ഡാർവിൻ്റെ പരിപാടികളിൽ ഞാൻ കണ്ടായിരുന്നു. ഈ വ്യക്തിബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന നേതാവാണ് ഡാർവിൻ. ഇതൊക്കെ ഈ സൗഹൃദ വലയങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഒരു ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ അത് സ്വാഭാവികമായി ഒരു മുതൽക്കൂട്ടായി മാറുമോ? ഈ വ്യക്തിബന്ധങ്ങളൊക്കെ ഗുണമായി മാറുന്നുണ്ടോ ഡാർവിന്? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് നടത്തിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. ഒന്ന് പൂളി എന്ന പേരിൽ നടത്തിയ പുഷ്പകൃഷി, 2 മില്ലറ്റ് ഫെസ്റ്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം, 59 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി ഇലക്ട്രിക് വീൽ ചെയർ വിതരണം നടത്താൻ വേണ്ടി കഴിഞ്ഞു ബ്ലോക്കിൻ്റെ കീഴിൽ. അപ്പോൾ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നൽകുന്ന ഒരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഉപജീവനം നടത്തുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അതിലിരുന്ന് ഇലക്ട്രിക് വീൽ ചെയറിലിരുന്ന് ലോട്ടറി കച്ചവടം നടത്തുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, രാജീവ് മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്, കൃഷി മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്, സ്പീക്കർ തന്നെ നിരവധി പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിഞ്ചു റാണി മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ഏകദേശം എല്ലാ മന്ത്രിമാരും ബ്ലോക്ക് പരിപാടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി നടത്തുമ്പോൾ വളരെ വലിയ ജനപങ്കാളിത്തമാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഇന്ന് തന്നെ നമ്മളിപ്പോൾ പോയപ്പോൾ വീൽ ചെയർ കൊടുത്ത 2 വീട്ടിൽ എനിക്ക് രാവിലെ പോകാൻ വേണ്ടി പറ്റി. ഞാൻ പോകുമ്പോൾ നിങ്ങൾ വീൽ ചെയർ തന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ വോട്ട് ചോദിച്ച് വരുന്നത്, അത് വരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. പരിചയങ്ങളെല്ലാം മുതൽക്കൂട്ടായി മാറുകയാണ്. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഡാർവിൻ പറയുന്നത്. ഡാർവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ ഈ സ്ഥാനാർത്ഥി പര്യടനമാണ് നടക്കുന്നത്. ജില്ലാ ഡിവിഷനാകുമ്പം നിരവധി വാർഡുകളുണ്ട്. ഏകദേശം ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രദേശം വരുന്നതാണ്. ഇപ്പോൾ ഈ പഞ്ചായത്തിലെ വാർഡിലെ സ്ഥാനാർത്ഥിയുണ്ട്, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി. 2 സ്ഥാനാർത്ഥികളാണ് ഡാർവിന് ഭാഗത്ത് നിൽക്കുന്നത്. അവരും വലിയ വിജയപ്രതീക്ഷയിലാണ്. കാരണം വലിയ ഒരു കടുത്ത പോരാട്ടമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഗൗരവത്തോടെയാണ് LDF കാണുന്നത്. കാരണം ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ സർക്കാർ കഴിഞ്ഞ 1600-ന്റെ അവസാനത്തെ കുടിശ്ശിക തീർത്ത് ഇപ്പോൾ 2000 രൂപയുടെ പുതിയ പെൻഷൻ കൂടി നൽകി ഏകദേശം മൊത്തം 3600 രൂപ ഇപ്പം പെൻഷനായി ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിലെത്തി. ഓരോ വീട്ടമ്മമാർക്കുള്ള പദ്ധതി ക്ഷേമ ആനുകൂല്യങ്ങളടക്കം ഏകദേശം 1 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും ഒരു ആനുകൂല്യം ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയുടെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഡാർവിൻ? തീർച്ചയായും വളരെ വലിയ ഒരു സന്തോഷമാണ് ജനങ്ങൾ പങ്കിടുന്നത്. ക്ഷേമ പെൻഷൻ കിട്ടിയ ആളുകളുണ്ട്, ബാങ്കിൽ വന്ന ആളുകളുണ്ട്, നാളെയോ മറ്റന്നാളോ മക്കളെ വരില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം വളരെ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ വെച്ച് പുലർത്തുന്നത്. വാക്ക് പാലിക്കുന്ന ഗവൺമെൻറ്റാണ്, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കുള്ളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഞങ്ങളോട് പറയുന്നത്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഡാർവിൻ പറഞ്ഞതുപോലെ തന്നെയാണോ ജനങ്ങളുടെ വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ? താല്പര്യമാണ്, നല്ല പിന്തുണ. ആൾക്കാരെ എങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞോ ബ്ലോക്കിൽ? അല്ല, ഏകദേശം എല്ലാ വാർഡുകളും പകുതിയായി. പകുതിയിൽ. ഇത് വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് അപ്പോൾ വാർഡിലെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞാണ്, 3 റൗണ്ട് കഴിഞ്ഞു. എങ്ങനെയാണ് റെസ്പോൺസ്? വളരെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഡാർവിൻ പറഞ്ഞ പോലെ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ ഗുണകരമാണ്. എല്ലാ സ്ത്രീകളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു കാര്യത്തെ എന്നോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഗുണമായി മാറും. മാറും. അപ്പോൾ ഡാർവിൻ പറഞ്ഞതുപോലെ തന്നെയാണ് ബ്ലോക്കിലെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ വാർഡിലെ സ്ഥാനാർത്ഥിയും പറയുന്നത്. കാരണം വാർഡിലെയും ബ്ലോക്കിലെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന വീടുകളുമായി ബന്ധമുള്ള ആളാണ്. അത് സ്വാഭാവികമായും ജനങ്ങളുടെ റെസ്പോൺസ് പൂർണ്ണമായി അവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മൾ പാറശാല ഡിവിഷൻ എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയിലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അതിർത്തിയാണ്. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരം വരെ വരുന്ന ജില്ലാ ഡിവിഷനുകളിലെ പോരാട്ടം. ജില്ലാ ഡിവിഷനിലെ ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ ഡിവിഷൻ്റെയും തെരഞ്ഞെടുപ്പ് ഫലം കണക്കാക്കുമ്പോഴാണ്. മുമ്പ് ഡാർവിൻ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ ഡിവിഷനിൽ വിജയിച്ചത്. ആ ഡാർവിൻ അല്ല, ഇപ്പോൾ ഡാർവിൻ അതിനുശേഷം ബ്ലോക്ക് പ്രസിഡൻ്റായി കൂടുതൽ സ്വീകാര്യനായിട്ടാണ് ഈ ഡിവിഷനിൽ വരുന്നത്. അതുകൊണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തു കൂടിയായി, അത് ജനങ്ങളുടെ വിധിയെഴുത്തു കൂടിയായി പാറശാല ഡിവിഷനിലെ ജനവീതി മാറുമെന്ന് തന്നെയാണ് ഇവിടുത്തെ കൂടിയിരിക്കുന്ന പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഇവിടുത്തെ അനുഭാവികളെല്ലാം വിശ്വസിക്കുന്നത്. അവരൊരു സ്ക്വാഡിൻ്റെ വലിയ തിരക്കിലാണ്. ആ സ്ക്വാഡിൻ്റെ തിരക്കിനിടയിലാണ് നമ്മൾക്ക് വേണ്ടി ഈ സമയം പങ്കുവച്ചത്. ഡാർവിനും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും ഒപ്പം തന്നെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും കൈരളി ന്യൂസിനു വേണ്ടി എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.